ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണുകളിൽ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകളായിരിക്കും, ചിലപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകളായിരിക്കും. നമുക്ക് അബദ്ധത്തിലൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാറുണ്ട്. അങ്ങനെയുള്ള ഡിലീറ്റ് ചെയ്ത് കളയുന്ന ആ ഒരു മെസ്സേജുകളെ നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് മറ്റൊരു ആപ്ലിക്കേഷനോ മറ്റൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ മറ്റൊന്നും ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ സെറ്റിങ്സിനകത്ത് നമുക്ക് ഈ ഒരു ഡിലീറ്റ് മെസ്സേജുകൾ കണ്ടെത്താനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾ പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് എങ്ങനെയാണ് ഡിലീറ്റ് മെസ്സേജുകൾ നമ്മുടെ ഫോണിൽ തന്നെ കണ്ടെത്തുന്നത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഞാനിപ്പോൾ ആദ്യം ഇവിടെ കുറേ മെസ്സേജുകൾ എടുത്ത് നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മെസ്സേജുകളൊക്കെ എടുത്ത് നമുക്കിവിടെ ജസ്റ്റ് വന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് വന്ന പഴയ മെസ്സേജുകളോ പുതിയ മെസ്സേജുകളോ അല്ല നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളോ പോയ മെസ്സേജുകളോ എന്തൊക്കെ ആയിക്കോട്ടെ, ഏത് മെസ്സേജ് വേണമെങ്കിലും നമുക്കിതുപോലെ ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ച മെസ്സേജുകൾ മറ്റുള്ളവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിവിടെ ഈ ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ മെസ്സേജുകൾ ഇങ്ങനെ വരും. അതിനകത്ത് മെസ്സേജുകളൊക്കെ നമുക്ക് ചുമ്മാ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്ന മെസ്സേജുകളാണല്ലോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കളഞ്ഞത് എന്ന് നമ്മൾ ഓർക്കുന്നത്. നല്ല മെസ്സേജുകളായിരിക്കും, ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള മെസ്സേജുകളായിരിക്കും, എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു മെസ്സേജിലുള്ളത്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ, തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് നമുക്കത് റിക്കവർ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ അത് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതിനായിട്ട് നമുക്ക് നമ്മുടെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വരും. അതിനകത്ത് നിങ്ങൾ ജസ്റ്റ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ ഒരു സെറ്റിങ്സ് കാണിക്കും, നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ. അപ്പം ചില ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ മാത്രമായിരിക്കും വരുന്നത്. ഞാനിവിടെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ലോക്ക് സ്ക്രീനിൽ ഏത് രീതിയിലാണ് നോട്ടിഫിക്കേഷൻസ് വരേണ്ടത് എന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ലോക്ക് സ്ക്രീന് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ, സ്റ്റാറ്റസ് ബാർ ഏത് രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ നിങ്ങൾക്ക് നോക്കാം. കുറേ സെറ്റിങ്സുകളുണ്ട് കേട്ടോ. സെറ്റിങ്സൊക്കെ ജസ്റ്റ് നിങ്ങളെടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വെറുതെ ഫോൺ മാത്രം ഉപയോഗിച്ച് പോകാതെ ഇതിനകത്ത് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള നിരവധി സെറ്റിങ്സുകൾ ഫോണിലുണ്ട്. അപ്പം നമുക്ക് പോപ്പപ്പ് ആയിട്ടും ഒക്കെയുള്ള മെസ്സേജുകളൊക്കെ ആ ഐക്കൺ റൗണ്ട് ഐക്കണിലും ഒക്കെ വരുന്ന രീതിയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതല്ല നമ്മുടെ കാര്യം. നമ്മളിപ്പം എങ്ങനെയാണ് ഡിലീറ്റ് മെസ്സേജ് റിക്കവർ ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ, അതാണ് ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഫോണിൻ്റെ സ്റ്റോറേജ് വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഏതൊരു മെസ്സേജും ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ സേവ് ആകുന്നുണ്ട്. അത് നമുക്ക് വന്ന മെസ്സേജ് ആയിക്കോട്ടെ, പോയ മെസ്സേജ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, എന്തും നമ്മളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സേവ് ആകുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോട്ടിഫിക്കേഷൻ എടുത്തു. നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് ഇവിടെ മോർ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ മോർ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് നമ്മളെ നോട്ടിഫിക്കേഷൻസിൻ്റെ എല്ലാം ഹിസ്റ്ററിയാണ്. ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ, ഡിലീറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ 5 മെസ്സേജോളം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 4 മെസ്സേജോളം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറേ അധികം മെസ്സേജുകൾ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഡിലീറ്റ് ചെയ്ത മെസ്സേജുകളെ നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയിൽ നിന്ന് കണ്ടെത്താനായിട്ട് സാധിക്കാം. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങൾക്ക് ഇതൊരു പുതിയ അറിവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ, സീ യു.